ആഷിഫേ, നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേ നല്ല ഇതാവും, നല്ല നേരം വെക്കും. നമുക്ക് ഫുഡ് കഴിച്ചു വരാം. നല്ല ദം ബിരിയാണി ഇട്ട സ്ഥലമാണ്. ഓക്കെ, അവിടെ പോയാൽ നല്ല തലശ്ശേരി ദം ബിരിയാണി. കൊണ്ട് കയറണേ നല്ല കല്യാണ സെറ്റപ്പിലാണ് ഇവിടെ ഇത് കൊടുപ്പാളം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ കയറി രസട്ടോ, നല്ല സെറ്റാ. അപ്പോൾ അവിടെ അവിടെ മുട്ടായി നല്ല തേങ്ങ ചമ്മന്തി കൊണ്ട് കിട്ടും. അതിലിപ്പോൾ അമ്മി മരിച്ച നല്ല തേങ്ങ ചമ്മന്തി, പിന്നെ കാരകച്ചാറ്, സലാഡ്, നമ്മുടെ പുളിഞ്ചി, മധുരമുള്ള പുളിഞ്ചി, ഇതൊക്കെ സൈഡ് ഡിഷായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പ് വെള്ളം, നല്ല ഫ്രിഡ്ജ് വെച്ച വെള്ളം അല്ലേ? എന്ത് കഴിച്ചാലേ ഞാൻ കഴിക്കില്ല, ഞാൻ വെള്ളം കുടിക്കണല്ലോ. പറഞ്ഞില്ല എന്റെ വയർ ഫുള്ളാ. നല്ല ഹാഫ് എടുത്തോ? വേണ്ട. എന്താ നമുക്ക് ഇത് 3 ദമ്മ ദം ബിരിയാണി അല്ലേ? തലശ്ശേരി ദമ്മ. അതിൽ നമുക്ക് ഏതൊക്കെ? കുട്ടൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്. 3 ദമ്മാന്ന് പറഞ്ഞത്. ചിക്കൻ ചിക്ക് കുട്ടൻ. എടാ ഈ മറ്റേ ചിക്കന് എനിക്ക് വേണ്ട, ഭക്ഷണം കഴിച്ചാൽ മറ്റേ മറ്റൊന്നുമില്ല തീരുമാനം അല്ലേ? എന്താ പറയാ, മറക്കും ചെയ്തിട്ട്. ഹൈദരാബാദിയോ? അല്ലാതെ പൊരിച്ച പീസ് ഉണ്ടാ? കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടോ? അതെ, അങ്ങനെ ഉണ്ടാകല്ലേ. അപ്പൊ എനിക്ക് പൊരിച്ച് പണി കൊടുക്കും. പൊരിച്ചത് ഹാഫിൽ പൊരിച്ചത് വെച്ചോ. പൊരിച്ച ചിക്കൻ, പിന്നെ അതേപോലെ ഇവിടെ ഫുള്ള് ചിക്കൻ, കുട്ടൻ ബിരിയാണി ഫുള്ള്, അവിടെ ഒരു കുട്ടൻ ബിരിയാണി ഫുള്ള് കേട്ടോ. ഗിഫ്റ്റ് ആടെ നമ്മൾ സാധനം എത്തിട്ടോ. പാക്കിംഗ് വേറെ വെറൈറ്റി അല്ലോ. ഇത് കുട്ടനാണോ? നമ്മളെ സാധനം എത്തിട്ടോ. നമ്മളെ സാധനത്തി കുട്ടനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ വളരെ അടിപൊളിയായിട്ടാണ്. പാക്കിംഗ് ഒക്കെ വളരെ ഉഷാറായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുട്ടൻ ദം ബിരിയാണിയാണ്. ഇത് നമ്മുടെ നാട്ടുകാരുടെ കട കൂടിയാണ് കേട്ടോ, സെക്യൂർ കട. സെക്യൂർക്ക് നാസർക്കും കൂടെ ചേർന്ന് നടത്തുന്ന കടയാണ്. നമ്മളെ കുട്ടികൾക്ക് ഇടുന്ന റബ്ബർ ബാൻഡ്. തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരാൻ പറ്റും. അതെ, അതേതാണ് കുട്ടൻ ബിരിയാണി. ഇത് ചിക്കൻ ബിരിയാണി കേട്ടോ. ഞാൻ ഹാഫ് പറഞ്ഞിട്ടുള്ളത് മതി, കുറെ കഴിച്ചതാ. ഇതിൽ കുറച്ച് സൈഡ് ഡിഷായിട്ട് ഇങ്ങനെ ചമ്മന്തി, കോഴിമുട്ട ഞാൻ വേണ്ടായിരുന്നു. സലാഡ്, കോഴിമുട്ട പുള്ളിനാണ്. നമുക്കെന്താ കോഴിമുട്ടിലെത്തി ചിക്കൻ മാത്രമേ ഉള്ളൂ. മോശമായിട്ടോ ചിക്കൻ ബിരിയാണിക്ക് മാത്രം. ഞാൻ ഈ ചമ്മന്തി ഉള്ള എന്നിട്ട് ചോറ് കഴിക്കാൻ തന്നെ കാരണം സൂപ്പറാ. ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വെന്തിട്ട്. കുട്ടനാണ്.
അച്ചാറ് ആ പപ്പടം പോട്ടെ അയ്യോ വാ ഇത് മസ്റ്റാ വേണ്ട ഈ ചമ്മന്തി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് സലാഡ് കൊടുക്കുക ഇതൊന്ന് കുഴക്കുക ഈ ചമ്മന്തി കാണുമ്പോൾ നമ്മൾ പണ്ട് ചോറ്റ് മാത്രത്തിൽ സ്കൂളിൽ കൊണ്ടുപോയതാണ് ഓർമ്മ തന്നെ അല്ലേ പറയണ്ട ചക്ക നമുക്ക് എക്സ്ട്രാ കോഴിമുട്ട കൊടുത്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണിക്കുള്ളും കോഴിമുട്ട പക്ഷെ എന്നാലും നമ്മുടെ കുട്ടൻ ബിരിയാണിക്കും കൊടുത്തു തന്നിട്ടുണ്ട് കാരണം 2 കൊല്ലം എക്സ്ട്രാ തിന്നാൻ പറ്റിയിരിക്കുന്നത് ഞാൻ 2 വർഷം തോറ്റിരുന്നു അതുകൊണ്ട് 2 വർഷം സീരിയസ് ആയിട്ട് തോന്നുന്നല്ലേ അയ്യോ അപ്പം ഇത്രേ ഉഷാറായിട്ടോ ഇത്ര ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാലേ നമ്മൾ സാധാരണ ഹോട്ടലുകൾ കാണുന്ന പോലെ വെറും തലശ്ശേരി ബിരിയാണി എന്നുള്ളതിൻ്റെ ബോർഡ് മാത്രമല്ല ഇത് ആ തലശ്ശേരിക്കാരെ കൊടുത്തിട്ട് പ്രൊഫഷണൽ കുക്കേഴ്സിനെ കൊടുത്തിട്ട് അവരിവിടെ താമസിച്ച് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റേതായ വ്യത്യാസം അവരെ താമസമൊക്കെ പെടുന്നത് കേട്ടോ ഒറിജിനൽ തലശ്ശേരി ബിരിയാണി അപ്പം അതിൻ്റേതായ വ്യത്യാസം നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സൂപ്പറായിട്ട് ഫുഡ് തമ്മായിട്ടേ വയറൊക്കെ ആ തലശ്ശേരിയല്ല അവർക്കറിയാം അത് കണ്ണൂർ തലശ്ശേരിയാന്ന് അവർക്കറിയാം ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ ചായ ഉണ്ട് ഇതുപോലെ തന്നെ മുട്ടായി ഒക്കെ ഉണ്ട് നമുക്ക് തീർത്തോ ഇതാ അവരൊക്കെ ഉണ്ടോ ആ ചെറിയ ബിരിയാണി തമ്മാവന് ഒരു കട്ടൻ അടിച്ചിട്ട് ഈ ആംബിയൻസ് ആസ്വദിച്ചിട്ട് കഴിക്കാം മധുരം എന്ന് പറഞ്ഞാൽ ആവറേജ് കൊടുത്തോ മധുരം എനിക്ക് വീടുണ്ടല്ലേ അത് ശരി 2 കുട്ടൻ ചിക്കന് ഒരു ആവും 520 സ്ഥിരമായിട്ടുണ്ടല്ലേ ഇനിയിപ്പോ 10 തുറക്കല്ലേ പിന്നെ 25 2000 പരിപാടി കല്യാണം കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആ പരിപാടി കിട്ടുമേ അതെ തലശ്ശേരി എന്നുള്ള ഓപ്പിൽ അങ്ങനെ കിട്ടും ഞങ്ങളിപ്പോ ഇതില് പ്രത്യേകം പറഞ്ഞിട്ടോ ഇത് സാധാ പോലെ ഒരു തലശ്ശേരി എന്നുള്ള ബോർഡ് മാത്രമല്ല ഒറിജിനൽ സാധനം സുഹൃത്തുക്കളെ ലൊക്കേഷൻ മറക്കണ്ട നമ്മൾ തീർത്താലിന് എടപ്പാൾ റോഡിന് പോകുമ്പോൾ ഒരു 10 മീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തലശ്ശേരി ബിരിയാണി ഹൗസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു വീട്ട് സ്റ്റൈലിലാണ് അവിടെയാണ് നമ്മുടെ ഈ ഫുഡ് ഉള്ളത് നമ്മൾ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വരിക നന്നായിട്ട് ഫുഡ് കഴിക്കുക പൈസ വസൂലാണ് സംഭവം